ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസകരമായ നടപടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. 62 ലക്ഷം മനുഷ്യർക്കാണ്, 62 ലക്ഷം മലയാളികൾ, കേരളീയർ ഇവിടെ ജീവിക്കുന്നവർ ക്ഷേമ പെൻഷൻ അർഹരായി 2000 വർദ്ധിപ്പിച്ചു. ഇപ്പൊ ഇന്നത്തെ വാർത്ത എന്താണ്? ഈ മാസത്തെ പെൻഷനും, അടുത്ത മാസമാണ് ഈസ്റ്ററും വിഷുവും ഒക്കെ വരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച പെരുന്നാള് ആയിരുന്നു. സാധാരണഗതിയിൽ തന്നെ ഇത്തരം വിശേഷാവസരങ്ങൾ വരുമ്പോൾ പെൻഷൻ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോ ഇപ്പൊ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുകയാണ്. അടുത്ത മാസത്തത് കൂടി ചേർത്ത് 4000 രൂപ ഒരാൾക്ക്. ഒരു വീട്ടിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവരെ സഹായിക്കാനൊന്നും ആരും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ സർക്കാർ അവരോടൊപ്പം ഉണ്ട്. 2 പേർക്കും കൂടി 2 മാസത്തെ പെൻഷൻ 4000 8000 ഇന്ത്യൻ ഉറുപ്പിക ഈ ആഴ്ച വീട്ടിലെത്തും. 2 പേർക്ക്. ഇന്ത്യയിൽ വേറെ എവിടെയും അങ്ങനെയില്ല. 2000 രൂപ പ്രതിമാസ പെൻഷനുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളം. ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ല, എവിടെയും. അതിനു പുറമെ ഇപ്പോ ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അവർക്കും സർക്കാർ ഒരു പാരിതോഷികം പ്രതിമാസം കാശ് കൊടുക്കാൻ പോവാണ്. അപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, പെൻഷൻ എന്നുള്ള വാക്കൊന്നും മാറ്റിയാൽ തർക്കമില്ല. കാരണം സാധാരണ ഈ വാർദ്ധക്യകാല പെൻഷനും മറ്റുമൊക്കെ കൊടുക്കുന്നത് 65 വയസ്സാകുമ്പോഴാണ്. ഇതങ്ങനെയല്ല. 35 വയസ്സ് തികഞ്ഞാൽ കേരളത്തിലെ വീട്ടമ്മമാർ ഈ ക്ഷേമ പദ്ധതിക്ക് അർഹരായി മാറുന്നു. 35 വയസ്സായ വീട്ടമ്മമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം ഏതെങ്കിലും ഫാക്ടറിയിലെ തൊഴിലാളികളല്ല, വീട്ടമ്മമാരാണ്. കേരളത്തിലെ വീട്ടമ്മമാർ. അവരുടെ അധ്വാനം പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല. അത് നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ദൗർബല്യമാണ്. അപ്പൊ ഇന്നലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പത്രത്തിൽ വായിച്ചോ ആരെങ്കിലും? സുപ്രീം കോടതി ഒരു കേസിൽ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ഈ പുരുഷന്മാരൊക്കെ ഉണ്ടാകാതിരിക്കുകയാണ്. വായിച്ചിട്ടുണ്ട്. എന്താ ഉത്തരവ്? വീട്ടുജോലി സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, പുരുഷന്മാരും വീട്ടുജോലി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാചകം പുരുഷന്മാരോട്, ഇന്ത്യയിലെ മുഴുവൻ പുരുഷന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വീട്ടുവേലക്കാരിയല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഭാര്യയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാരിയല്ല. അപ്പൊ നിങ്ങളും ചെയ്തോളണം. ഭാര്യ വീട്ടുജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്തോളണം എന്നാണ് പുരുഷന്മാരോട് പറഞ്ഞത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത്, പതിറ്റാണ്ടുകളായി തലമുറകളായി നമ്മുടെ നാട്ടിൽ ഒരു കീഴ്വഴക്കം എന്ന പോലെ എന്താണ്, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് വീട്ടമ്മമാരാണ്. രാവിലെ ഉറക്കം ഉണർന്നെഴുന്നേറ്റാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ആദ്യം ഉണർന്നെഴുന്നേൽക്കുന്നവരാണ് വീട്ടമ്മമാരായി. ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നതും അവര് തന്നെയായിരിക്കും. നേരം വെളുക്കുന്നതിന് മുൻപ് ആരംഭിക്കുന്ന ജോലി പാതിരാത്രി വരെ നീണ്ടു നിൽക്കുകയാണ്. അതിരാവിലെ വീടും മുറ്റവും അടിച്ചുവാരി വൃത്തിയാക്കാത്ത, തൂത്തുവാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? അത് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ലഭിക്കുന്ന ഒരു ജോലിയാണ്. ഒരു ജോലി, അതിന് ശമ്പളമൊക്കെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? ഇല്ല. അത് മറ്റൊരു ജോലിയാണ്. കുക്ക്. വസ്ത്രം അലക്കി വൃത്തിയാക്കാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? അത് മറ്റൊരു ജോലിയാണ്. ഡോബി. ഇതിനൊക്കെ പ്രത്യേക ശമ്പള സ്കെയിലുള്ള ജോലിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠന കാര്യങ്ങളിൽ സഹായിക്കുന്നവരിൽ അധികവും വീട്ടമ്മമാരാണ്. അപ്പൊ ഒരു ട്യൂട്ടറുടെ ജോലി അവിടെ വരുന്നു. വീട്ടിൽ മുതിർന്ന ഒരംഗം കിടപ്പിലായി പോയി, കിടപ്പ് രോഗിയായാൽ പരിചരിക്കേണ്ട ഉത്തരവാദിത്വവും വന്നു ചേരുന്നത് വീട്ടമ്മയിലാണ്. അപ്പൊ ഒരേ സമയം ഈ ജോലികളെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടൊരു വിഭാഗമാണ് വീട്ടമ്മമാർ. എന്നാൽ അവർ ചെയ്യുന്ന ജോലി എവിടെയും പരിഗണിക്കപ്പെടുന്നില്ല, ആരും കണക്കാക്കപ്പെടുന്നില്ല. ഏതെങ്കിലും വീട്ടമ്മയെ പരിചയപ്പെടുമ്പോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജോലിയൊന്നുമില്ല സഖാവേ എന്നാണ് പറയുക, അല്ലേ? ഹൗസ് വൈഫാണ്, ജോലിയൊന്നുമില്ല എന്ന് പറയാം. ഹൗസ് വൈഫാണ് ഈ വീട്ടമ്മ. അർത്ഥം എന്താണ്? സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ജോലിയൊന്നുമില്ല എന്നാണ്, അല്ലെങ്കിൽ കൂലിയുള്ള ജോലിയൊന്നും ഇല്ല എന്നാണ്. അല്ല, ജോലിയില്ല എന്നല്ല. പക്ഷെ പുരുഷന്മാർ അങ്ങനെ പറയില്ല. ഏതെങ്കിലും
സർക്കാർ ജോലിയില്ലാത്ത ഒരു പുരുഷനെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് പറയൂ. ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. വീട്ടമ്മ എന്നേ വാക്കുള്ളൂ, വീട്ടച്ഛൻ എന്നൊരു വാക്കില്ല. അത് നമ്മുടെ സമൂഹത്തിന്റെ ചില പുരുഷാധിപത്യപരമായ ഭാഷാ പ്രയോഗങ്ങളുടെയും രീതികളുടെയൊക്കെ ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു വരാൻ വന്നത് അതൊന്നുമല്ല. ഇങ്ങനെ തലമുറകളായി അത്യധ്വാനം ചെയ്യുന്ന വീട്ടമ്മമാർ, കേരളത്തിലെ വീടുകൾ നിലനിൽക്കുന്നത് വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ അടിത്തറയിലാണ്. അവരാണ് വീടുകളെ നിലനിർത്തുന്നത്. തലമുറകളായി അധ്വാനിക്കുന്ന ആ വിഭാഗത്തിന്റെ വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തിരിച്ചറിയുകയും കേരളത്തിലെ വീട്ടമ്മമാർക്കൊരു പാരിതോഷികം കൊടുക്കണം, സർക്കാർ ഖജനാവിൽ നിന്നും മാസം തോറും അവർക്കൊരു അലവൻസ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇത് വീട്ടമ്മമാരുടെ സർക്കാരാണ്, സ്ത്രീകളുടെ സർക്കാരാണ്. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളോടും നിങ്ങൾ സംസാരിക്കണം. ചരിത്രം കുറിച്ച ഒരു തീരുമാനമാണ്. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾക്ക് പ്രതിമാസ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഈ സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടത് കേരളത്തിലെ എല്ലാ വീട്ടമ്മമാരുടെയും കടമയാണ്. അതിനെയും വർദ്ധിപ്പിക്കണം. ഇനിയും കൂടുതൽ പേർ അതിൽ അംഗങ്ങളാവണം. ഇപ്പൊ അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷിച്ച മുഴുവൻ പേർക്കും അക്കൗണ്ടിൽ കാശ് കിട്ടി. ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരാരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ അപേക്ഷിച്ചോളണം. അതിനു പുറമെയാണ് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ. ഒരു ജോലി കിട്ടുന്നത് വരെ അവർക്കും സർക്കാരിന്റെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്. രാജ്യത്ത് വേറെ എവിടെയുമില്ല, ഈ കേരളത്തിലാണ്. ഇങ്ങനെ നോക്കിയാൽ 1 കോടിയിൽ പരം ജനങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നും മാസം തോറും ക്ഷേമ പെൻഷനായും വീട്ടമ്മമാരുടെ പെൻഷനായും യുവജനങ്ങളുടെ സ്റ്റൈപ്പൻഡായും ഒക്കെ സാമ്പത്തികമായ സഹായം, പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തത്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ. 20 ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി, സഫലമായി, സുരക്ഷിതമായ വീട് നൽകാൻ കഴിഞ്ഞു. ഇതൊക്കെ സർവകാല റെക്കോർഡാണ്. 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന്റെ ആദ്യ ചുവട് വെച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് ഇപ്പോ അവസരമുണ്ടായി വന്നു. LDF ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധതയോടെ ആ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണക്കാർക്ക് ആശ്വാസമായ നടപടികൾ. ആ നടപടികളുടെ ഭാഗമായി ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മാറ്റങ്ങൾ പാതിവഴിയിൽ അവസാനിക്കണോ എന്നതാണ്. പെൻഷൻ എന്നേക്കുമായി അവസാനിക്കണമോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ഇത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിൽ എന്നേക്കുമായി അവസാനിപ്പിക്കണമോ? UDF വന്നാൽ അവസാനിച്ചു എന്നാണ് അർത്ഥം. UDFന്റെ ഏറ്റവും വലിയ നേതാവ് KC വേണുഗോപാൽ കുറച്ചുനാൾ മുമ്പ് പ്രസംഗിച്ചത് ഈ ക്ഷേമ പെൻഷനെല്ലാം കൈക്കൂലിയാണെന്നാണ്. അതുകൊണ്ട് UDF അധികാരത്തിലെത്തിയാൽ അന്ന് അവസാനിക്കും കേരളത്തിലെ ക്ഷേമ പെൻഷൻ. പിന്നെ ക്ഷേമ പെൻഷൻ ഇല്ല. അതാണ് സ്ഥിതി. ഈ കേരളത്തിലെ വികസന മുന്നേറ്റ യാത്ര പാതി വഴിയിൽ അവസാനിക്കണോ? അതാണ് ചോദ്യം. ഇപ്പൊ UDF ഭരിക്കുന്ന സമയത്ത് ഓണപരീക്ഷയായിട്ടും കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയിരുന്നില്ല. ഓർക്കുന്നില്ലേ ആ കാലം? സ്കൂളിൽ പുസ്തകങ്ങളില്ല. കുട്ടികൾ പുസ്തകം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി, വലിയ സമരങ്ങൾ നടന്നു. ഞങ്ങളുടെ പാഠപുസ്തകങ്ങൾ എവിടെയെന്ന് ചോദിച്ച കുട്ടികളുടെ തലതല്ലി പൊട്ടിച്ചു കേരളത്തിൽ അന്ന് പോലീസ് സംവിധാനം. അന്ന് പത്രക്കാർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിനോട് ചോദിച്ചു, ഓണപരീക്ഷയായിട്ടും കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടിയിട്ടില്ല, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അന്ന് മന്ത്രി പറഞ്ഞ മറുപടി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓണം നേരത്തെ വന്നുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് പറഞ്ഞത്. ഓണം നേരത്തെ വന്നു. ഓണം ഉണ്ടായ കാലം മുതൽ ഓണം ചിങ്ങത്തിലല്ലേ, കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ട് എവിടെയെങ്കിലും? അന്ന് ആ മറുപടിയാണ് മന്ത്രി പറഞ്ഞത്. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം കഴിയും. അതാണ് മാറ്റം. LDFും UDFും തമ്മിലുള്ള മാറ്റം. ഈ കൊല്ലം ഒരു പടി കൂടി കടന്നു. സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപേ പുസ്തകം, സ്കൂൾ അടച്ചിട്ടില്ല, അടുത്ത കൊല്ലത്തെ പുസ്തകം കൊടുത്തു. അതാണ് LDF ഗവൺമെന്റ്. അടുത്ത കൊല്ലത്തെ പുസ്തകം ഇപ്പോഴേ.
ഇതാണ് മാറ്റം. പഴയതുപോലെ പരീക്ഷയായാലും പാഠപുസ്തകം കിട്ടാത്ത കാലത്തിലേക്ക് മടങ്ങി പോകണോ? അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന, പാഠപുസ്തകം പരീക്ഷക്കാലത്ത് പോലും എത്താത്ത, സർവത്ര അരാജകത്വവും അരക്ഷിതാവസ്ഥയുമുള്ള ആ പഴയ കാലം നമുക്കിനി വേണോ എന്നതാണ് ചോദ്യം.